പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിൻടെക്സും ലേസും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. പിൻടെക്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് 16 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. സാധാരണ ക്യാൻവാസ് പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് പിൻടെക്സ് ഇടുമ്പം ഭയങ്കര തിക്കായി പോകും. അപ്പോൾ ഇതുപോലെ അതേ സെയിം അളവിലൊരു പേപ്പർ ക്യാൻവാസും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്ത് കഴിയുമ്പോൾ അത് ആ പേപ്പർ ക്യാൻവാസ് തുണിയിൽ ഒട്ടിപ്പിടിച്ചോളും. അതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ലൈൻസ് വരച്ചെടുക്കാം. പിൻടെക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് അത്. എക്സ്പേർട്ടായവർക്കൊന്നും ഇതുപോലെ ലൈൻസ് ഇടേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ലൈനൊക്കെ ഇട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ ഈ ക്ലോത്തിൽ ഫുള്ളായിട്ട് നമുക്ക് ലൈൻസ് വരച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ആ ലൈനിൻ്റെ മേലെ കൂടി ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ലൈൻ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിക്കുന്നുണ്ട്. ഈസിയാണത് ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് ലൈൻ വരച്ചില്ലേ, ആ ലൈനിൽ കൂടി ഒന്ന് മടക്കിയിട്ട് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പിൻടെക്സ് ഇട്ടിട്ട് എടുക്കണം. നമ്മളിതിൽ കുറേ ലൈൻസ് വരച്ചില്ല, വരച്ചതിൽ മുഴുവൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. ഞാനപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെഷർമെൻറ്റ് നോക്കാം. ഇപ്പോൾ 12 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് വന്നിട്ടുള്ളത്, കട്ട് ചെയ്തെല്ലാം ലെവലാക്കി എടുക്കുമ്പോൾ. ഇനി ഞാനൊരു കുർത്തിയുടെ ഫ്രണ്ട് സൈഡിലാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം നെക്കിൻ്റെ ഡെപ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് 6.5 ഇഞ്ചാണ് കഴുത്തിറക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനത് 6.5 ഇഞ്ചിലിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് മാറ്റി ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഈ ഷീറ്റില്ലേ, അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് 3 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ ഒരു 6.5 ഇഞ്ചിന് തൊട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമുക്ക് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 ഭാഗത്തേക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഷീറ്റ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 4 ഭാഗത്തും കൂടി. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ലേസ് ആ പിൻടെക്സ് ചെയ്ത ഷീറ്റിന് ചുറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഭംഗി കൂടും അപ്പോൾ നമ്മുടെ ഡിസൈൻ കാണാൻ. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ കോർണറിലെത്തുമ്പോൾ നമ്മളിത് ലേസ് ഇതുപോലെയാണ് മടക്കേണ്ടത്. ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് അവിടെ കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത സ്റ്റിച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇപ്പുറത്തെ കോർണറിലെത്തുമ്പോഴും അതുപോലെ അവിടെ ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ലേസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലേക്കൂടെയും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ നെക്ക് ഞാൻ നെക്കാണ് ചെയ്യുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് ആ റെഡിയാക്കി എടുത്ത ഷീറ്റ് ഇതുപോലെ ഈ കുർത്തിയുടെ സെൻറ്ററിലായി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി യു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനത് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നെല്ലാം മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പം വേണ്ടവർക്ക് ചാനലിൽ കയറി കാണാം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഇതുപോലെ കട്ട്സ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം, നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം. അപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചിടുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പിൻടെക്സ് ഇട്ടതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ ഷോ ബട്ടണും കൂടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഷോ ബട്ടൺ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഈ കാണുന്ന ഈ 6000 എന്ന് പറയുന്ന ഈ ഗമ്മാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആ ഗം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.